താഴേക്ക് പോകുന്നു നമ്മൾ കണ്ടു. കെ രാധാകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. നമുക്ക് അതിലേക്കൊന്ന് ശ്രദ്ധ വെക്കാം അല്പസമയം. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ LDFന് മുന്നേറ്റം വല്ലാതെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ്. മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ആദ്യ റൗണ്ടിൽ കെ സുധാകരൻ ലീഡ്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. അത് പല ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാർലമെന്റ് ഇലക്ഷനിൽ വേരിയേഷൻ വരാറുണ്ട്. കഴിഞ്ഞ 2019 ഒരു വലിയ ഭൂരിപക്ഷമില്ലായിരുന്നു നേടിയത്. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 2016 ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റിനാണ് വിജയിച്ചത്. LDF ക്യാമ്പ് പ്രതീക്ഷ പോലെയാണോ ഇപ്പോഴത്തെ ലീഡ് മുന്നോട്ട് പോകുന്നത്? പ്രതീക്ഷ പോലെ അല്ല പോകുന്നത്. ഇപ്പൊ നിലവിലുള്ള ഈ ലീഡ് ഇതുപോലെ തന്നെ തുടർന്ന് നല്ലൊരു ലീഡിലേക്ക് പോകുന്നതന്നെ പ്രതീക്ഷിക്കാവുന്നത്. അങ്ങനെയാണ് പ്രതീക്ഷ. ഈ 2019 സാഹചര്യങ്ങൾ ഇത്തവണ ഇല്ല എന്നുള്ളത് LDF ക്യാമ്പ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു, കേരളത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുന്ന. അപ്പോൾ ഈ രാഹുൽ എഫക്ട്, ശബരിമല, അതുപോലെ 2019 സാധനങ്ങളൊന്നും ഈ വർഷമില്ല, പിന്നീട് പോയത് ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണോ കാരണം? അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ദേശീയ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം വിലയിരുത്തിയിട്ട് നമുക്ക് ലാസ്റ്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പൂർണ്ണമാകട്ടെ, അതിനുശേഷം നമുക്ക് എന്താണ്. താങ്ക് യു. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും LDF ക്യാമ്പ് പ്രതീക്ഷിച്ചതുപോലെയല്ല ഇപ്പോഴത്തെ കണക്കുകൾ വരുന്നത്. ഇങ്ങനെയല്ല LDF പ്രതീക്ഷിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എന്തായാലും ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ മുന്നേറ്റം നമ്മൾ കാണുന്നുണ്ട്. 10,000-ന് മുകളിൽ വോട്ടുകൾക്ക് രാധാകൃഷ്ണൻ മുന്നേറുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നു, കേരളം പൊതുവായ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ LDF നിരാശരാണ്, LDF ക്യാമ്പ് നിരാശരാണ്. 10,087 എന്ന കണക്ക് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. കെ രാധാകൃഷ്ണൻ ഇത്രയും വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. രമ്യ ഹരിദാസിനെയാണ് അദ്ദേഹം ഇപ്പോൾ തറപറ്റിക്കാൻ ശ്രമിക്കുന്നത്. സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ തറപറ്റിക്കാൻ ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 1,50,000 അടുക്കുകയാണ്. 43,000 കടന്നു. കഴിഞ്ഞ തവണ വയനാട്ടിൽ 4 ലക്ഷത്തിലധികമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. ഇപ്പോൾ CPM നേതാവ് AK ബാലൻ